ചലച്ചിത്ര താരം നവ്യ നായരുടെ സോഷ്യൽ മീഡിയ പേജിൽ സാരി വിൽക്കാനുണ്ട് എന്നൊരു പരസ്യം പ്രത്യക്ഷപ്പെട്ടത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. പോസ്റ്റിന് പിന്നാലെ ശകാര വർഷമായിരുന്നു. ധാരാളം പണം ഉണ്ടായിട്ടും സാരി വിറ്റ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇവർക്ക് നാണമില്ലല്ലോ, അങ്ങനെ പോകുന്നു, ഒരുപാട് വിമർശനങ്ങൾ. യഥാർത്ഥത്തിൽ നവ്യ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? എന്തിനാണ് പഴയ സാരി വിൽക്കാൻ തീരുമാനിച്ചത്? ആ കഥ ഇങ്ങനെ പോകുന്നു. പത്മനാഭപുരം വരെ നീളും ആ കഥ. സിനിമയിലും മറ്റു പൊതുപരിപാടികളിലും പങ്കെടുക്കുന്നതിനായി വാങ്ങിയ വിലപിടിപ്പുള്ള സാരികൾ ഒറ്റത്തവണ മാത്രം ഉടുത്തവ. അത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനുണ്ടെന്ന് പ്രീ ലവ്ഡ് ബൈ നവ്യ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നവ്യ പോസ്റ്റ് ചെയ്തു. പോസ്റ്റിനു താഴെ നവ്യയെ വിമർശിച്ചും രൂക്ഷമായ ഭാഷയിൽ ചീത്ത വിളിച്ചും നിരവധി സന്ദേശങ്ങളെത്തി. എത്ര പണമുണ്ടായാലും വീണ്ടും വീണ്ടും പണം വേണമെന്ന ചിന്തയാണ് എന്ന രീതിയിലായിരുന്നു കമന്റുകൾ. എന്നാൽ ചിലരെങ്കിലും ഈ ഉദ്യമത്തിനു പിന്നിൽ നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. പിന്നീടുണ്ടായതാണ് ഏറെ കൗതുകം. സാരി വാങ്ങിയവരിൽ നിന്ന് ലഭിച്ച പണം പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ അന്തേവാസികൾക്കായി പുതുവസ്ത്രം വാങ്ങുന്നതിനാണ് നവ്യ ഉപയോഗിച്ചത്. എല്ലാ അമ്മമാരും ഇങ്ങനെ മാറി മാറി എടുക്കണല്ലേ. കുറ്റപ്പെടുത്തിയവരോടും ശകാരിച്ചവരോടും നവ്യയ്ക്ക് പരാതിയില്ല. പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അച്ഛനമ്മമാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് പൂർണ്ണമായിട്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും, എല്ലാ ശരിക്കും എല്ലാ തെറ്റിനും അപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താതെ, പക്ഷേ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ലെങ്കിലും നമുക്ക് അഭിനന്ദിക്കാൻ പറ്റുമല്ലോ, സ്നേഹിക്കാൻ പറ്റുമല്ലോ. 1300ഓളം അംഗങ്ങളുള്ള ഗാന്ധി ഭവനിലെ സ്കൂളിന്റെ ബ്രാൻഡ് അംബാസഡർ ആകണമെന്ന സ്നേഹത്തോടെയുള്ള ആവശ്യവും നവ്യ അംഗീകരിച്ചു. ന്യൂസ് ഡെസ്ക് 24. എന്തായാലും പത്തനാപുരം ഗാന്ധി ഭവനിൽ നവ്യ ചെയ്തൊരു നല്ല കാര്യമായതുകൊണ്ടാണ് ഈ ഒരു ദൃശ്യം നമ്മൾ പകർത്തിയതും ഇത് സംപ്രേഷണം ചെയ്തതും.